അപ്പോൾ ഗായ്സ് നമ്മൾ കോഴിക്കോട് നിന്നും നിലമ്പൂരിലേക്ക് ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ജസീമൊക്കെ ആകെ സൈഡായിട്ട് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും. സൈഡിൽ നബീൽ ഇതാ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അർഷയാണ് നമ്മുടെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹനാൻ്റെ വീട്ടിലാണ്. ഇവിടെ സർപ്രൈസ് കൊടുക്കാൻ എത്തിയ ഞങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസാണ് ഹനാൻഷ തന്നത്. ഓല് ഇവിടെ എത്തിയിട്ടില്ല. ഓല് ഇപ്പോഴും ഓൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണല്ലോ. അപ്പോൾ അവിടുത്തെ ആനുവൽ ഡേ ആണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് ഓല് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഓല് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറ്റമ്പാറയിലേക്ക്, അതായത് നിലമ്പൂരിലേക്ക് വരുന്ന വഴിയിൽ ഞാനും അർഷിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രസകരമായ ഒരു കോമഡി ലൈക്ക് സംഭവത്തിൽ ഏർപ്പെട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിയിൽ ഒരു താത്തയും കാക്കയും രണ്ട് കുട്ടികളും ബൈക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കണ്ടിട്ട് പാവം തോന്നി. അതായത് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയതിൻ്റെ ശേഷം ഞങ്ങളെ മനസ്സിൽ ആ ഒരു പാവം കയറുന്നത്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടാ. ഫുൾ ഡാർക്കായി, കാരണം ഒരു ഇരുട്ടത്താണ് ആ ബൈക്ക് തള്ളി പോണത്. അപ്പോൾ ഞാൻ അർശിയും കണ്ണും നോക്കി തന്നെ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് അപ്പുറത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ വാങ്ങി കൊണ്ടേ കൊടുക്കാം. അതായത് മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഒരു കാക്ക ബൈക്ക് തള്ളാണെങ്കിൽ അത് പെട്രോൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സിലാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പ് പോയിട്ടൊരു കുപ്പിയിൽ പെട്രോൾ വാങ്ങി വന്ന് നോക്കിയപ്പോൾ കാക്ക പറയാ, മോനെ പഞ്ചറായതാണ്, വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയാണ് പറഞ്ഞത്. എന്നിട്ട് വേറെ ഓപ്ഷൻ അല്ലല്ലോ, ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കുപ്പി വാങ്ങുകയും ചെയ്ത് ഇനിയിപ്പോൾ ഇവർക്ക് കൊടുക്കാതെ വെക്കാനും വയ്യ. ലാസ്റ്റ് ഞങ്ങൾ കാക്ക അത് നിങ്ങൾ വെച്ചോളൂ, ഞങ്ങൾ സന്തോഷത്തിൽ നോക്കി, അല്ലെങ്കിൽ ഞങ്ങളെ മനസ്സ് സങ്കടമായിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരും പറഞ്ഞ് കാക്കാൻ്റെ കയ്യിൽ നിർബന്ധിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എത്തി നോക്കിയപ്പം ഹനാനും ആരും ഇവിടെ ഇല്ല. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഈ 4 ആൾക്കാരെ കണ്ണും മുറും കണ്ടുകേടി 2 ദിവസം എടുത്തു. അതിൽ നിന്ന് രക്ഷ നാടാൻ അങ്ങോട്ട് വന്നതാണ്. പിന്നെയും ഇവിടെ തന്നെ ഈ 4 ആൾ കണ്ണും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോലും വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർപ്രൈസ് കൊടുത്തു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒരു സൈഡായിട്ട് ഇരിക്കട്ടെ. ഇതൊരു സീം വ്ളോഗാണ്, കോമഡി അല്ല. ഞങ്ങൾ ഇന്ന് പരിപാടി അനാനോട് ഞാനേ വ്ളോഗിലാണ്, കണ്ടിന്യൂഷനാണ് അറിവാനാണ്. നായ്ക്കളെ ബോംബ് എന്തെങ്കിലും വെച്ചിട്ട് അവിടെ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ വ്ളോഗ് എന്ത് വ്ളോഗായിരിക്കും? എനിക്കൊരു ഐഡിയ കിട്ടണില്ല. എന്നാലും ഒന്ന് ഗസ് ചെയ്യാം. അതായത് പോക്കിനെ കുറിച്ച് സങ്കടമുണ്ട്. കാരണം ഞാൻ മനസ്സ് മറന്ന് എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു. അപ്പൊ അത് പോവാണെന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. പറ്റണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം. പിന്നെ നമ്മളെ കാര്യപ്പെട്ട പണി അതായതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്തായിരുന്നു? എന്താണ്, ഒന്നും ഉണ്ടായിട്ടില്ല. ഡ്രസ് ഷോപ്പിംഗ് വ്ളോഗോ? കാക്കാനെ ഹെൽപ്പ് ചെയ്തതാണ്. ഞങ്ങളില്ലേ കോമഡി അല്ല ഞങ്ങള് ഇവിടുന്ന് വരിക, കോഴിക്കോട് നിന്ന് വരിക. കൂറ്റമ്പാറ എത്തിയപ്പോൾ ഒരു താത്തയും കാക്കയും, ഒരു കാക്ക ബൈക്ക് ഇങ്ങനെ തള്ളിപ്പോണ്ട്, കുട്ടികളും ഉണ്ട്. ഞങ്ങൾക്ക് പാവം തോന്നി. പെട്രോൾ പമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്ത് വണ്ടിയത്തെ ഒരു കുപ്പിയിൽ എണ്ണ ഒക്കെ നിറച്ചുകൊണ്ട് തിരിച്ചു പോയി. കാക്ക എണ്ണ കഴിഞ്ഞാലേ ഞങ്ങളിതാ എണ്ണ താറുന്നു. എണ്ണ കഴിഞ്ഞല്ല മോനെ, എണ്ണ ഫുൾ ടാങ്ക് പഞ്ചറായതാണ്. ഞങ്ങളൊരു അവസ്ഥ ചോദിച്ചു. പിന്നെ പത്താ ഞങ്ങളെ വണ്ടി ഡീസലാക്കാം, എന്നാൽ നിങ്ങൾ എണ്ണ പിടിക്കാറാണ് ഞങ്ങളാ കൊടുത്തു പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടങ്ങാറാവൂലേ? ഇല്ല അല്ല, അപ്പൊ അതിന് പഞ്ചറാക്കാരെത്തി. ഇവിടെ എത്തി. അതെ ഒരെത്തി ഇങ്ങോട്ടെത്തി. അതാരറിയില്ല, ആണിപ്പഞ്ചറാണോന്ന് എനിക്കറിയില്ല. ആഫിയ, ഇന്നത്തെ വ്ളോഗ് എന്താണെന്നാണ് താങ്കളുടെ ഒരു നന്മ? അല്ല ഇവിടുന്നാണോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ? അല്ല, കോഴിക്കോട് സ്റ്റാർട്ടിങ്, പക്ഷെ ഇവിടെയാണ് എൻഡിങ്. എവിടെയാണെങ്കിൽ ആ സ്റ്റാർട്ടിങ് എന്താണെന്നാ പറയണ്ടേ? എൻഡിങ് പറഞ്ഞാൽ മതി. എൻഡിങ് വിടവാങ്ങൽ അല്ല, വിട പറയലല്ലേ? അല്ല, കാട്ടുള്ളി അല്ല, കാട്ടുള്ളി നമ്മളെടുത്തു. അപ്പോ അജുവദിനോടും കൂടി ചോദിക്കാം. അജുവദ് എന്താ വെച്ചാല് നമ്മളെ കൂട്ടത്തിലെ ഹാക്കറാണ്. അജുവദ് ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. എന്താ ലാപ്പില് എന്താ ലാപ്പില് വിഷയം എന്താ? ലാപ്പ് കാണിച്ചിട്ട് വ്ളോഗിന്റെ വിഷയം എന്താ? ലാപ്പ് കാണിച്ചിട്ട് ഫിഫ നൈറ്റ് ലാപ്പ് കാണിച്ചിട്ട് അല്ല, തുറക്ക്. എന്താണ് ഈ ലാപ്പിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണണം. ഇപ്പുറത്ത് തുറക്ക്. ആപ്പിളിന്റെ ചിഹ്നം കണ്ടില്ലേ? ഈ കുരുവിന്റെ അവിടെ നിന്ന് തുറക്കണ്ടേ? ഇതാണല്ലോ. ഓക്കെ, ടൈപ്പ് കാട്ടിയാലാണ് എനിക്ക് ടൈപ്പ് മനസ്സിലാവും. തുറന്നു
സത്യാന്തത തെളിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഓടാ. ആഹാ ഉണ്ട്. പറയേ എന്താണ് ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത ഉണ്ടാവുക? നിങ്ങൾ എവിടുന്ന വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഹർഷിന്റെ ഫുഡിന്റെ വല്ല പ്ലാനും കഴിഞ്ഞിട്ട് പാളി വരിക. അല്ല ബെഞ്ചി, actually we started our vlog from Calicut. Okay. So can you guess what's the content of our vlog? Food. No, but we are ending the vlog from Anu's home. Okay. But can you guess what will be the context? What? I have no idea. What? Friends, beach. What? Did you guys go to the beach or something? Pranks? No, not prank. No. Anu, I don't know. I have no idea. prank ഒന്നല്ല. പേടിണ്ടോ? പേടി നിങ്ങളല്ലേ എന്തേലും ചാത്തം പരിപാടി കൊണ്ടുവന്ന് കാണും. പക്ഷേ നമ്മളുടെ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏയ് അത് അങ്ങോട്ടൊന്നും നോക്കണ്ട. ഇതെന്തിനാ അങ്ങോട്ടൊക്കെ നോക്കി ടെൻഷൻ അടിക്കണേ? ഇങ്ങോട്ട് നോക്ക്. പേടിണ്ടോ? കാട്ടുള്ളി വെച്ചിക്കണോ ഇവിടെ? ഇല്ല, അതൊന്നുമില്ല. കാട്ടുള്ളി. അപ്പോ അല്ലേ ഈ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവരണ്ടോ? നബീല വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാലേ? എല്ലാവരും വ്ളോഗ് കണ്ടോളി. ഒരു കമന്റും ലൈക്ക് കൂടാണ്ട് ഞാൻ എല്ലാ ലൈക്കും കമന്റും മെസ്സേജും ഞാൻ ഇടണതാണെന്ന് എല്ലാവരും വിചാരിച്ചാൽ നിൽക്കണ്ട. ഇങ്ങനത്തെ ഓരോരുത്തർ ആവശ്യമുള്ള ആൾക്കാർക്ക് ഓലിബൽക്ക് ഈ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കി എനിക്കല്ല, ഇബൽക്കാണ്. എന്നിട്ട് ഇബൽക്ക് അയച്ചിട്ട് അതിന്റെ മെയിൻ ആള്. എന്നിട്ട് പെൺകുട്ടികളെ മെസ്സേജ് അയച്ചാൽ പറയും ഓളതിലൊന്ന് കമന്റ് ഇട്, ഓളതിലൊന്ന് ലൈക്ക് ഇടാം. അപ്പൊ ഞാൻ ഫോൺ ഇതേപോലെ കൊടുക്കും. എന്നിട്ട് ആര് അർശി പോവല്ലേ? അർശി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയപ്പോഴൊക്കെ അർശിന്റെ എൻഡിങ് ടൈം ആയപ്പോ അർശിന് പോവാ. ഓൻ ജോർജിയക്ക് വന്നിട്ട് ഞാൻ നാട്ടിൽ പോരുന്ന അവസ്ഥ എന്തിനാണ് ഈ വ്ളോഗ് ഒന്ന് പറയും. അനുവിന്റെ കണ്ണു വെത്ത്. അല്ല ചലഞ്ച് ഒന്നല്ല, ഇജെന്റെ കണ്ണു വെത്തിയാ മതി. അനുവിന്റെ കണ്ണു നോക്കിയാ ഒന്നല്ല മുത്ത. അല്ല മ്യൂസിക് ഉണ്ടായി. മുത്ത ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സ്പൈസി സാധനം കഴിച്ചില്ല. എന്റെ കണ്ണറിഞ്ഞ ഞാൻ ഉറങ്ങിയില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചടങ്ങിലേക്ക് കടക്കാണ്. അതിനോട് കണ്ണ് പൂത്ത് വായ ടൈറ്റ് ആക്കരുത് കേട്ടോ. അല്ല ഇജ്ജ് കഴിക്കണ്ട, ഇപ്പൊ കഴിക്കണ്ട. കണ്ണ് പൊട്ടിയിട്ട് ഞങ്ങളെ കാണിച്ചു തരും. അതല്ല അത് ഞാൻ കഴിപ്പിക്കും. അല്ല ഇജ്ജ് കഴിക്കണോ വേണ്ടെന്നുള്ള ഇജ്ജ് കണ്ടിട്ട് ഓൾറെഡി തൊണ്ട പൊട്ടി ചീഞ്ഞ് സ്പൈസി ആറ്റാൻ പറ്റില്ല. കണ്ടിട്ട് കഴിക്കാവില്ല. എന്നാ കണ്ണ് പൊത്ത്, ഒരാളും കൂടി പൊത്ത്. ഓന് കാണുന്നുണ്ട്. തുറക്കരുത് കേട്ടോ. കണ്ണ് പൊത്തണം കേട്ടോ. പേടിച്ചണ്ട. ഇല്ല ഇല്ല ചാടൂല. ഇത് അയ്യോ തുറക്ക്. അന്നൊന്നും കാട്ടൂല. ഇത് തുറക്ക്. സാധനം കാണിച്ചു തരും. പക്ഷെ ഇവിടുന്ന് കാണിച്ച സീനാവട്ടോ. ലൈറ്റിലോടത്തൊക്കെ വേഗം പറക്കും. ഇത് തുറക്ക്. ഇത് തുറക്ക്.
പാമ്പൊന്നല്ല, ഇത് ആറാമാക്കിയ സാധനല്ല. ഇത് തുറക്ക്. ആണോ? ഉറപ്പാണോ? എന്നാൽ തുറക്ക്. അപ്പൊ നമുക്ക് റിവീൽ ചെയ്ത് കൊടുക്കല്ലേ? വേണ്ട, എന്നാ ഇങ്ങോട്ട് വരാതെ റിവീൽ ചെയ്യൂല. അനോ, ഞാന് ഈ കേരളത്തിൽ പോലും കിട്ടാത്തൊരു സാധനമാണ് ഞാൻ പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എത്തിച്ചിങ്ങനെ. ഇത് തുറക്ക്. അനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അനക്ക് ഇന്ന വിശ്വാസം ഉണ്ടോ? ഇത് തുറക്ക്. ഇന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് തുറക്ക്. വിശ്വാസം ഇത് തുറക്ക്. അത് കാണട്ടെ. ഇത് തുറക്ക്. എന്താണ് ഇത് തുറക്ക്. മനസ്സിലാക്കി കൂടെ. ഞാൻ കരുതി അഡിഡാസിന്റെ ഷൂവിന്റെ പെട്ടിയിലത് കൊണ്ടുവന്നതിലോന്ന് തുറന്നു നോക്കുന്നു. ഇത് തുറക്ക്. ഇത് തുറക്കുന്നു. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? പാമ്പല്ല, ഞാക്കറിയാം. ഒന്നടാ പ്ലീസ്. എന്നാ ഞാൻ പറയട്ടെ, ഇത് തുറക്കണ്ട. ഇത് എന്നാലും ഞാൻ കണ്ണുമ്പിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടാണ്ട് പറ്റൂല, അതും പറ്റൂല. ഒന്നും വേണ്ട. തുറക്ക്. ആനോ, എന്നത് തുറക്ക്. ഇത് ഞാൻ ജോർജിയക്ക് പോണീന്റെ മുന്നേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ആക്കാറ്. ആനോ, എന്നാ ഞാനാനോ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. എന്നാ അഫിയെ ഇതിന്റെ ഉള്ളിൽ കഴിയിട്ടാ ഓനെ പേടി മാറ്റണം. ഇട്. നബീല് കഴിയിട്ടു. എല്ലാരും കൂടി ഇടല്ലേ, ചത്തു പോകും. തുറക്ക് തുറക്ക് തുറക്കാനോ പാവണ്ടാ. നല്ല വേദന തുറന്നെടുക്ക്. തുറക്ക്. ഈച്ചു ബാഗ് കൂടെ പോയിക്കണ്. ഇപ്പൊ തുറക്കും. ഈച്ചും കൂടി ഈച്ചുന്റെ ഒപ്പം ബാഗ് കയറി. ഈച്ചുന്റെ ഒപ്പം ബാഗ് കയറി. അല്ല, ഇത് വെക്കാതെ ഇത് വെക്കാതെ നോക്കട്ടെ. ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാം. ഇജന്നെ ഓപ്പൺ ചെയ്യും. അല്ല, ക്യാമറയ്ക്ക് നോക്കി എന്തെങ്കിലും സംസാരിച്ചിട്ടാണ് തുറക്കാൻ. പാറൂല. ഇതെന്താണ് സാധനം? കൈ പോയി. കോണി വെച്ച് മോളിക്കൂടെ കയറി, സൺഷെയ്ഡ് കൂടെ കയറി വന്ന്. പേടിപ്പിച്ച് ഇപ്പെന്താ അടിച്ചേ ഇവിടെ? ബോധം എന്താണ്? ഫ്രിഡ്ജാ? ഇതെവിടുന്നാ? കാര്യം എന്നിട്ട് പേടിപ്പിച്ചു. ഇതാണ് നല്ല കളിക്കാൻ തുറക്കൂലേ? ഇട്ടിട്ട് 4 ഡാൻസ് കളി ഇവിടുന്ന് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചെന്താ നമ്മള് പറഞ്ഞില്ല. അവിടെ ഏറ്റവും വലിയ സൈസ് വാങ്ങിക്കണം. ഇതിലും വലിയ സൈസ് ഇല്ലായിരുന്നു. ആകെ പേടിച്ചിതായി മനുഷ്യന്. പാമ്പൊക്കെ അത് ഇരുന്നിട്ടിടേ. ഇതാണ് ഞങ്ങൾ അഭിപ്രായം ചോദിച്ച ഷൂ എന്നോട്.
അഡിഡാസ്ന്ന് ഓനോടെ വിളിച്ചത് ഞാനേ ഈച്ചുവിനെ വിളിച്ച് നിങ്ങള് പ്രോഗ്രാമിലാണ് ഈച്ചുവിനോട് അരച്ച് വിളിച്ചാണ്ട് എനിക്ക് എടുക്കാനാണ് അപ്പൊ ജാനുവിനോട് ഷൂവിന്റെ ഞാൻ പേടിച്ചൂലേ എന്താ പറഞ്ഞേ അല്ല ഒന്നാമത് പ്ലാൻ ഇടണ ഇജ്ജ് അപ്പൊ പേടി ഉണ്ടാവും പള്ളി സകല കുട്ടിയാപ്പൂന്റെ മകൻ പേടിച്ചോ നിങ്ങള് കാര്യത്തില് പാമ്പൊന്നുമില്ല ഞാൻ ഇങ്ങനെ ജോളോ ചിപ്പിന്റെ മൂന്തം കൂടി കാക്കി ഇവിടെ കയറിഞ്ഞോണ്ടാവില്ല ഞാൻ അതെറ്റാണ് അടക്കട്ടോ പോവല്ലേ അതെങ്ങനെ ഇട്ടത് എന്തോ വലിയ ഷൂ ഇട്ടത് ഇത് മൊത്തം ഇത് പെർഫോമൻസ് ഷൂ ആണ് അവിടെയുള്ള എല്ലാ സൈസും ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട് ഡാൻസേഴ്സ് ഷൂ ആണ് പറഞ്ഞത് ഡാൻസറോ ഇത് ഞങ്ങളെ ചെങ്ങായി എന്താ വെച്ചാൽ ഞങ്ങള് സിംഗർ ആണ് സ്റ്റേജ് പെർഫോമർ ആണ് പറഞ്ഞത് നബീലാണ് ഇതിട്ടാള് ഇത് ഇങ്ങനെ തന്നെ ഇടുക ഇട്ടൂടെ കിട്ടേ ഒന്നര ചെങ്ങന്മാരെ കുടുങ്ങിയാലപ്പത് ഇതേ SM സ്ട്രീറ്റ് മുട്ടായി തരുമെന്ന് ഇതൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ ഇത് ഇറക്കൂല നമ്മള് അതിനുള്ള തേളിനെ മാറ്റോ വെറുതെ പറഞ്ഞ നിങ്ങൾ അങ്ങനെയും തരും നിങ്ങള് 10 രൂപേന്റെ ഷൂ ആണെങ്കിലും ഇത് 11 ഇതിലും വലിയ സൈസ് ഞാനല്ല ഒരു മണിക്കൂർ മുമ്പ് വിളിച്ച് പറയേണ്ടി വരും അല്ലെങ്കിൽ സ്ലോവാ ഇപ്പൊ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അല്ല ഇതോന് ഈ പരിപാടിക്കൊക്കെ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാം ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലടാ ഇത് 2-3 ഇട്ട് കേറി കഴിഞ്ഞാൽ ഞാനില്ലേ ഞാൻ ആദ്യം ഷാനുവിനെ വിളിച്ച് അനുവിന്റെ സൈസ് ഇപ്പൊ എത്രടാ 10 ആണോ 11 ആണോ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പൊ ഷാനും തന്നെ എന്നോട് പറഞ്ഞേ ഇപ്പോൾ പുറിഞ്ച് ഷാന് പറഞ്ഞേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ എനിക്കിപ്പോ എന്താ വേണ്ടി ചോദിച്ചു അപ്പൊ എനിക്കൊന്നും വേണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞേ എങ്ങനത്തെയാണ് ചോദിച്ചു അതിലൊരുന്നെ എന്താ പറഞ്ഞേ അത് അങ്ങനെയൊന്നുമില്ല ബഡ്ജറ്റ് അറിയാറുണ്ട് അപ്പം ബഡ്ജറ്റ് ഒന്നും ഇല്ല എനിക്ക് വേണ്ടി പറയാൻ ഞാൻ അങ്ങനെ ഷൂ ഓക്കെ പറഞ്ഞു ഇവിടെ ലൂസാണ്ട് അത് ലൂസാണ്ട് ഞാൻ വേർത്തിട്ടപ്പോ തന്നെ അല്ല അത് 11 അല്ല ലാസ്റ്റ് സൈസ് 11 പണ്ട് നമ്മള് എക്സലന്റ് പാന്റ് ഇട്ട പോലെ എണ്ണയൊക്കെ തേച്ച് കീസും എണ്ണ വെച്ചിട്ട് പക്ഷെ ഇതാണ് ഇപ്പൊ കളിക്കണ ഷൂ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ അതിങ്ങനെ എങ്ങനെയാണ് ഈ ഷൂ എന്താ ഈ ഷൂ ചെയ്യാൻ പറ്റും ഈസാൻ ഇന്ന് കുറച്ച് നാടകം കളിച്ചിട്ടുണ്ടല്ലോ ഒന്നും വെച്ചാണ്ട് എന്താ ഈസാൻ പറഞ്ഞേ ഈ ദിവസം പറഞ്ഞ ഈ ഷൂ എനിക്ക് കൊളാ വിട്ടിരിക്കണത് ഇത് എന്താ അവസ്ഥ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ പറഞ്ഞു ഇതൊക്കെ ഇറങ്ങിക്കണാണ് കിട്ടാൻ എടുത്തോ നല്ല ഷൂ ആണ് വിളിക്കണ്ടല്ലോ ആ ചെക്ക വണ്ടി എടുത്താ ബാസിൽ തായ്ലൻഡിൽ സ്പെഷ്യൽ കൊണ്ടുവന്ന സാധനം കേട്ടോ ഇതിനുള്ളത് സാധനം ഇതിന്റെ സഞ്ചി എവിടെ ജസീം എന്നിട്ട് കാലിക്കുപ്പി മണക്ക ഈച്ചല്ലേ നബീലാണ് ഇത് ഇതിന്റെ ഉള്ളത്തെ സഞ്ചി എടുത്തു സഞ്ചി അവൻ തപ്പിക്കടാ നബീൽ അതൊന്ന് ലൂസായി കൊടുക്കോ കോമഡി അല്ല ഞാൻ പറയട്ടെ ഇത് നമ്മളെ സൈസ് പോലെ ഇത് എല്ലാവർക്കും ടൈറ്റ് തന്നെയാണ് കുറച്ച് ടൈറ്റ് ഉണ്ടാവും 11 സൈസ് ഇത് 2 ഇട്ടാലേ റെഡി ആവുള്ളൂ ഇട്ട് ഞാൻ സെറ്റ് അത് മാരക ഷൂട്ടോ എനിക്ക് വേറെ ഒന്നും എനിക്ക് ഫസ്റ്റ് ആലോചിച്ചപ്പോ തോന്നിയ എന്താ വെച്ചാൽ എനിക്ക് പോണിന്റെ മുന്നേ എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് വാച്ച് തോന്നി പിന്നെ ആലോചിച്ചത് വാച്ച് ഇപ്പൊ ഇനിയിപ്പോ അതാണ് എന്നോട് മിഞ്ഞാന്ന് ചോദിച്ചത് എനിക്കൊരു വാച്ച് എടുക്കണം പക്ഷെ ആ വാച്ച് പറഞ്ഞ വാച്ച് ഇവിടെ എവിടെ ഇല്ല അത് ഇനി വരുത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ച ഞാൻ നാളെ ഞാൻ എന്തിനാണ് വാച്ച് 3 ദിവസം കൊണ്ട് എങ്ങനെ വാച്ച് എന്തിനാ എനിക്ക്
ആവശ്യമില്ലാത്തൊരു വാച്ച്. ഞാൻ പിന്നെ പുതിയ കെട്ടത് കുറച്ച് വാച്ചിന് പറഞ്ഞത്. അസറു ഞാൻ കുറച്ച് വാച്ചുകൾ സജസ്റ്റ് 30 കോടിന്റെ 35 കോടിന്റെ ഓതമാസ് പിഗ്, മറ്റേ പത്തക് ഫിലിപ്പ്, കുറെ വാച്ചുകൾ പറഞ്ഞത്. ഇതിലേതൊരു അതോടെ അപ്പൊ എനിക്ക് മനസ്സിലായി വാച്ച് പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തൊരു കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ബഡ്ജറ്റിലേക്ക് പോവാം. ഈ ചെങ്ങിന്റെ കാലാണെങ്കിൽ ഒരു തന്ത്രം. ഇത് കയറുള്ളൂ. കയറി കയറി കയറി. ആ അപ്പൊ സെറ്റ്. ഇതെന്താ അറിയോ, ഇതൊന്ന് ലൂസ് ആവാണ്ട്. ഇതൊന്നും ലൂസ് ആവുന്നുണ്ട്. അത് ഇട്ടാ സെറ്റാ, ടൈറ്റില്ല. സീനായി. ഇഷ്ടായോ? പോണാക്കണേ അവനെ വിളിച്ചെടുത്തുക. അർസിനോളെ ഫോസില് അർസിനോളെ എന്തേലും പറഞ്ഞൂടെ? ഇത് കൊണ്ടേക്കോ. ആയിക്കോട്ടെ, നമ്മളൊരു ഷൂ ഇട്ടിട്ട് അത് എങ്ങനെ നോക്കാലോ ഒഴിവില്ലാതായില്ലേ. ചായ എടുക്കാൻ പോകാം. കുറച്ച് ചോറെന്തേ വെച്ചാ മതി. ഇന്നാ ഇവിടെ നിന്നീനി. ആ അനക്ക് വേറെ സാധനം കൂടി ഉണ്ട്, കച്ചിടോ പ്ലീസ്. ഇവിടെ തന്നെ പാമ്പിന്റെ അതൊക്കെ ഉണ്ട്. ഒന്ന് കച്ചിടേ. എന്താണ് എന്താകും ആട്ടെ, എന്താകും പറയും. ഫോസിലിന്റെ കവറിൽ കൊടുത്താൽ അത് നേന്ത്രപ്പായ ഫോസിലിന്റെ കവർ മുന്നിൽ കിട്ടി. എന്താവും എന്താവും പറയേ. പക്ഷെ അതല്ല, ഇത് പെരക്കാരൊക്കെ എന്താണ് റേഷൻ മേടിക്കുമ്പോ എന്താ തരാ? ഏത് കവർ തരല്ലേ? മറ്റേത് സ്വർണത്തിന്റെ മഹാറാണിന്റെ ഒക്കെ അത് സ്വർണ്ണമല്ലേ? ഒന്ന് അപ്പൊ അത് അനക്ക് വാങ്ങിയ ഇതിനാണ് എന്നോട് പോലെ പോലെ എന്ന് നായ്ക്ക് 100 വട്ടം പറഞ്ഞു. ഓന്റെ ഒരു ദമ്മാണെങ്കിലോ പോയിക്കണത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്. കാരണം എന്താ ഞാൻ അർശനെ കൊണ്ടത് വാങ്ങാന്. ഞാൻ പറഞ്ഞേ ഓ എനിക്ക് പണിയരാൻ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഓനക്കന്നെ കിട്ടിയ എന്തായാലും ഇതാണ് എനിക്ക് ബെറ്റർ അസറോ, ഇത് എടുത്താൽ മതി പറഞ്ഞാൽ എന്നെ കൊണ്ട് എടുപ്പിച്ചാല്. ഇതെനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗൈസ് ഒടുവിൽ നമ്മൾ പറഞ്ഞ പോലെ സർപ്രൈസ് ആയി. ഇഷ്ടായി കുത്തേ. ഇവിടെ ഷൂട്ട് പരിപാടിക്ക് പോണെങ്കിലേ പരിപാടിക്ക് എത്തൂല. ഷൂ ലൂസാവുണ്ട്. അപ്പൊ വന്നത് ഓഡിയൻസിനെ ഇതാക്കൂല, ഓഡിയൻസിനെ പറ്റിക്കൂല. കാരണം ഓഡിയൻസിനോട് തുടക്കത്തിലേ പറഞ്ഞത് എനക്കുള്ളതാണ്. അതിനാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ മാറ്റിയത്. നമുക്കെന്തോ പണി വരുന്നുണ്ട് പറഞ്ഞു അവനോട്. ആര്? ഞാൻ നബീലിനോട്. അനാനെ സാധാരണ ഇൻട്രോ എടുക്കുമ്പോ ഞാൻ നബീലിനെ അർസിനെ ആരപ്പിന്റെ ഒപ്പം കൂട്ടല് ഓരൊക്കെ കൂട്ടിയാണ്ട് ഇൻട്രോ എടുക്കലേ. ഇന്ന് ഇൻട്രോ എടുത്തപ്പോ നിങ്ങൾ ഉള്ളിൽ കയറിക്കോളെ, ഞാൻ പുറത്തുനിന്ന് ഇൻട്രോ എടുക്കട്ടെ. അപ്പൊ അർസി എന്താ ഞങ്ങൾ ഒഴിവാക്കേണ്ട ഇൻട്രോ എടുക്കല്? ഞങ്ങളുണ്ടേ. പറഞ്ഞു നമുക്കെന്തോ പണി വരുന്നുണ്ടോ നോക്കിക്കോ. ഞാനെത്ര പേടിച്ച്. അതായത് വേർത്തല്ല, ഞാൻ പെരകി പാഞ്ഞല്ലേ ഫുള്ള് പാഞ്ഞു ഓടി വാതിൽ കുറ്റിട്ട് 1/2 മണിക്കൂർ നിന്നേ. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. അതാണ് ഞാനിത് കൊണ്ടുവരാൻ ഒരു മഴ ഉണ്ടാവും. ഒരു മഴ ഉണ്ടാവില്ല. ഹാപ്പി രണ്ടാളും ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി ആണോ? ഹാപ്പി. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ? ഇനി ഒന്ന് 2 റൗണ്ട് നടക്കാം. അല്ല ഒരു പെർഫോമൻസ്, ഒരു പാട്ട് പെർഫോമൻസ്. யாரோடு வந்தாமல் பார்க்கிறனோ யாமல் தாராமல் வாழ்கிற இளமை இதோ 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 அடுத்த முறை கேக்குறேன். இளமை இதோ இதோ வழி இதோ இதோ. அடுத்த
അടുത്തൊരു ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് കാണണ്ടേ. സ്മൂത്ത് ഉണ്ടോ? നല്ല സാധനം. ഇതേ ആൾക്കാർക്ക് എന്താ കാര്യം മുട്ടുന്നത് മനസ്സിലാവൂല ഫസ്റ്റ്. കാരണം എന്താ ഇത് ഇവിടെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ. ഞാനൊരു ടെസ്ല സൈബർ ട്രക്ക് ഒക്കെ കാലുമിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഷൂ ഇതിന്റെ മുന്നേ ചെക്ക് ചെയ്തീനാ പറഞ്ഞത്. എനിക്ക് ഭാഗ്യം ഉണ്ടായി കാണാന്ന് പറഞ്ഞു. ഇതില് കാണൂല. ഇതിൽ ചെക്ക് ചെയ്തതിന്റെ വിപരീത വരുള്ളൂ. നല്ലതാ. ഇതൊക്കെ ഞാൻ നല്ല ചെക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാ. ഇങ്ങനത്തെ ഇതുണ്ടോ? ഈ സാധനമാണ് നോക്കിച്ചേ. ഷാനോട് ഞാൻ പറഞ്ഞു ചെയ്ത് ഫുള്ള് ഈ ഷൂസാ വരും. ഇതിൽ വരികയാണെങ്കിൽ ആ ഷൂ കൂടുതൽ ഈ സെയിം സാധനം അതേ പറഞ്ഞു. ഇത് ഇഷ്ടപ്പെട്ടു. എന്റെ ഫീൽഡിൽ ഫുള്ള് 2 ദിവസമായിട്ട് ഈ സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. താങ്ക് യു അസ്രു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്. അപ്പൊ ഞാന് എനിക്കെന്താ വെച്ചാല് പോണീന്റെ മുന്നേ ഓർക്കാൻ ചില ഓർമ്മകൾ, അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ചിലതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കണം. ചിലതൊക്കെ മറക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ അർഷി നമ്മളോട് കാട്ടിയ മരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. പറ്റൂല. ഇജിപ്പോ പോയിരുന്നുണ്ടെങ്കിൽ എന്തായി ആ 2 ടൈമിലൊക്കെ ഒന്ന് എനിക്ക് വീണ്ടും ബാക്കി എന്നും 4 അടി കുട്ടികളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടില്ല, എരന്ന് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല നബീല അനക്കും വാങ്ങിയതാണിത്. ഇത് നബീലിനോട് ഞാൻ പറഞ്ഞേ എന്റെ അഞ്ചനും ഷൂ നോക്കണം. അപ്പം അഞ്ചൻ എന്റെ അതേ വൈബാണ്. അപ്പൊ അനക്ക് ഏതാണ് ഇഷ്ടം എടുത്ത് വാങ്ങിപ്പോ എനിക്ക് ടൈമിലാണ് നോക്കാനാണ്. നബീൽ തന്നെ സെലക്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പൊ പിന്നെ നോക്കാനൊന്നുമില്ല. മനസ്സോടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വണ്ടി കഴിച്ചാന്ന് വിചാരിച്ച് സെലക്ട് ചെയ്തു. ഇനി പറ്റിയതാണോ നോക്കാം. തുറക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. തുറന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടോ ഞാൻ എന്നോട് എടുക്കാൻ പറഞ്ഞല്ലേ. സൂപ്പർ സൂപ്പർ. ഈ ആദ്യം പറയണ്ടേ അതല്ല പെയിന്റാ. ഇത് പലർക്കും ഒരു പാടാണ്. അതായത് ഞമ്മക്ക് ഗിഫ്റ്റ് തരേണ്ടവര് ചിലപ്പോ നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സമയ നഷ്ടം ആലോചിച്ചിട്ട് ഏതെങ്കിലും റിട്ടേൺ ഇല്ലല്ലോ ഇത്. ഇതില്ല. അപ്പം ഏതെങ്കിലും സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോരുന്നുള്ള ഒരു മാതൃക ആവാൻ വേണ്ടി എന്നത്തെയും പോലെ ഇന്നും ഊക്ക് സ്വയം ഊക്കാരും കൊടുക്കാതെ തന്നെ സ്വയം ഏറ്റുവാങ്ങി. വൈറ്റ് വാച്ച് എടുക്കുന്ന പണിക്കാരെ പെയിന്റിങ് പണിക്കാരെ അതല്ലേ ഞാനൊക്കെ എത്ര കാണിച്ചു നോക്കൂ. എന്ത് കാണിച്ചു തന്നെ അനിയന്റെ മൂടി അത് നോക്കി. അത് കണ്ണിന് ആ വെള്ളം വരുമ്പോ തന്നെ കാണാൻ പറ്റും. അല്ല ഇത് സെലക്ട് ചെയ്തിട്ട് ഒരു പങ്ക് ജസീമിനുണ്ട്. നല്ല രസമാണ്. എന്നിട്ട് കാണിച്ചു എല്ലാവരും. ഓനാക്കെ മതിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത് എക്സ്ചേഞ്ച് ഉണ്ടോ ചോദിച്ചല്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയതെന്ന് ഞാൻ ആരായി ഇഷ്ടപ്പെട്ടില്ല നോക്കെ. അല്ല അത് ഓൻ തന്നെ തെരഞ്ഞെടുത്താണ്. റിട്ടേൺ പോലും കൊടുക്കരുത്. അതിന്റെ ബില്ല് കൊടുക്കരുത്. ഞാനാണെങ്കിൽ നല്ലൊരു സാധനം സെറ്റ് ആകുമ്പോ പിന്നെ റിട്ടേൺ അടിക്കാൻ പ്യൂമന്റെ ഷോപ്പിൽ ഇത് അയച്ചു കൊടുക്കും. അതായത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മടക്കാനും പറ്റില്ല. അപ്പൊ നബീലിൽ ഇട്ടിട്ട് ഡാൻസ് മടക്കാൻ പറ്റാത്ത രീതിയിലാക്കി കൊടുക്കും. നബീല് മന്തിക്ക് വേണ്ടി ഇപ്പൊ പായും ഇവിടെ വരെ നിലമ്പൂരങ്ങാടി വരെ ഇതിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എന്ന് പരിപാടി കഴിഞ്ഞ് പോന്നാലേ പുതിയൊരു സംഭവട്ടെ. എവിടുന്ന് പരിപാടി കഴിഞ്ഞ് പോന്നാലും 2 ആൾക്കാരുണ്ടാവും ഷർട്ട് ഇടാതെ അതാണ്ട് പായണ്. അപ്പൊ അതിന്റെ ഒപ്പം 4 ആൾ ബൈക്കും ഉണ്ടാവും, 2 ആൾ ബാക്കിലുണ്ടാവും, കൈയ്യോട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കണേ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കണേ എന്ത് തേങ്ങക്കാണ് ബലി പായണേ. അപ്പൊ ഒരു ഫുൾ മന്തിക്കൊക്കെ പായ അതിപ്പോ ഇപ്പൊ ട്രെൻഡാണ്.
ബാംഗ്ലൂർ ഭയങ്കര പെയിൻഫുൾ ആയാലും ഇങ്ങനത്തെ ഒച്ചകളാ വരാന്ന് പറഞ്ഞു. അതായത് ബാംഗ്ലൂരിലെ ജോലിന് പരിചയമുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കണേ. അതെ. അപ്പം ഈ പായണത് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. രാത്രി ഇങ്ങനെ ആരെങ്കിലും ഷർട്ട് ഇടാതെയൊക്കെ കുരല് പോയ പായനുണ്ട്. ഓ കാണാൻ വയ്യ. അങ്ങോട്ട് തിരി. ഇതട്ടോ നമ്മളെ പുതിയ ഇവിടുത്തെ സ്കൂളത്തെ PT സാറാണ് കേട്ടോ. സ്കൂളത്തെ PT സാറ് കറക്റ്റ്. ഇതെന്താ ജോഗിങ്ങിന് പോകുമ്പോ പ്രോട്ടീൻ പൗഡർ. ഒരു വിസിൽ കൊടുക്കും PT സാറിന്. എന്താ ID കാർഡും PT സാറിന്റെ ID കാർഡ്. PT സാറിന്റെ ID കാർഡ്. PT സാറ് ID കാർഡ്, സ്കൂളിന്റെ ID കാർഡ്. സ്പോർട്സ് കവറിന്റെ ഉള്ളിലേ റെസിപ്റ്റ് ഉണ്ടോ നോക്കിയാ തിരിച്ചു കൊടുക്കാനായി. ഒരു വിസിൽ വിളിച്ച് സൈഡ് നോക്കാൻ അപ്പൊ പ്യൂമന്റെ ഷോപ്പറിന്റെ കാണാം കേട്ടോ. അത് തിരിച്ചെടുക്കരുത്, യൂസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഉള്ളിൽ വേർപ്പൊക്കെ ആയ ഷൂ ആണ്, ആരും വാങ്ങരുത്. കോഴിക്കോട് ഔട്ട്ലെറ്റ് നിന്ന് ഇതെനിക്ക് പറ്റി, കാരണം ഞാൻ തപ്പി തെരഞ്ഞെടുന്ന സാധനമാണ്. ഞാൻ കേറിയപ്പോ തന്നെ പറഞ്ഞ സാധനത്താണ്. അതെ, ഞാൻ കോമഡി അല്ല. നബീല് അഡിഡാസിന്റെ കടി കയറിട്ടോ. എന്നിട്ട് അൻ്റെതാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താണ് പോയത്. അവിടെ എത്തിയാണ് ഞാൻ നബീലിനോട് പറഞ്ഞേ അനാന്റെ സൈസ് 10-11 അതുകൊണ്ട് പറയും എടുക്കാനാണ്. അവർ പെണ്ണുണ്ടേന് എടുക്കാൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഷൂ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കാത്തുന്നിട്ടാണ് ഷൂ ഗോഡൌണിൽ എടുത്ത് വരുന്നത്. വന്നപ്പോണ്ടേ ഞാൻ തുറന്നു നോക്കിയപ്പോ ഇത് ഭയങ്കര സീനാണ് കിട്ടാനൊക്കെ. ഇത്ര വലിയൊരു സാധനം. ഇതെന്താ അനാന്റെ സൈസ് അല്ലത് നബീലേ, ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ജോ അങ്ങോട്ട് ചോദിച്ചു. ഇല്ല വെറുതെ ഇട്ടോക്കാൻ, എന്റെ ഒരു ആഗ്രഹം ഇതൊക്കെ ഇട്ടോക്കാന്നുള്ളത്. ഇട്ടിങ്ങനെ ചാടുണ്ട് അതിന്റെ ഉള്ളിൽ. മോനെ അതിലെ പറഞ്ഞത് സീൻ സാധനമാണ്. അവിടെ ഇട്ടോക്കിയാലേ ഇത് അറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയുണ്ട്. അതാണ് ഇതിന്റെ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിലോടാ. ഇപ്പൊ 4ാം നിലയിൽ ചാടിയാൽ നമ്മളെ കാലിനൊന്നും പറ്റൂല. ഷോക്ക് അബ്സറിന്റെ ഉള്ളിൽ. അല്ല ഇനിയൊരു സംഭവം വരാണ്ട്. ഈ ഷൂവിന്റെ ഉള്ളിൽ ഞങ്ങൾ എന്താ തേച്ചതെന്ന് എനിക്കറിയാലോ. അല്ല തുകന്റെ തേച്ച ഞാൻ എന്താ പറ്റും മാക്സിമം കുറച്ചേരം ചൊറിയും. എത്ര മിനിറ്റാ പറഞ്ഞു? 30 കഴിഞ്ഞാ ചൊറിയുണ്ടോ? ഈവി ഞങ്ങളുടെ ടെസ്ല സൈബർ ട്രക്ക്. ഈ ഷൂ കുത്തിയേക്കണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല്. എനിക്കിപ്പോഴും ഈ അഡിഡാസിന്റെ ഡിസൈൻ എന്തിനാണ് മനസ്സിലായില്ല. അതാരും മൈൻഡ് ചെയ്തില്ല. അത് കേട്ടോ, കാരണം അതിന്റെ ഉള്ളിൽ ചക്രം ഉണ്ടോ നോക്കി നോക്കി, ചിലപ്പോ മടക്കി വെച്ചേക്കുന്നൊക്കെ. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ. ഇജയ് അനക്ക് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഇജ് ഞങ്ങൾ ഒഴിവാക്കി പോണേ. അല്ല കോമഡി അല്ല. ഞാൻ എന്താ വെച്ചാല് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, റാഡൊക്കെ ഇട്ട് നടക്കണ അർഷിക്കാണല്ലോ ഞാൻ ഈ ഫോസിൽ വാങ്ങി കൊടുക്കണത്. ഇതുണ്ടോ ഡോറ അല്ല റാഡോ. പക്ഷെ റാഡോ ചർച്ചയാ ഇതാരന്നപ്പോ ഇത് ഡയലോഗ് പറഞ്ഞപ്പോ ഇതാണല്ലോ പറഞ്ഞത്. അതാരന്ന് അർഷി പറഞ്ഞെന്ന് വെച്ചാ സാധനത്തിന്റെ വലുപ്പല്ല കാര്യം, ആര് കൊടുക്കണു ആര് തരുന്നു എന്നൊക്കെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചേ. അല്ല അതിന് എത്ര റുപ്യ? ആ റാഡോക്ക് എത്ര റുപ്യ പറഞ്ഞത്? പൈസ മാത്രം പൈസ കൊടുത്തില്ല.
പൈസയും കൊടുത്തിട്ടില്ല, ഫ്രീ റാഡോ. ഇപ്പച്ചിന്റെ അല്ലേ? ഇപ്പച്ചി ഗിഫ്റ്റ് ചെയ്തല്ലേ? ഇത് ഏത് റാഡാണ്? 500 റുപ്യന്റെ റാഡാണത്. അല്ല ആണ് ആണ്. ഇജ്ജ് ഇത്ര വാച്ച് എന്തുസിയാസ്റ്റ് ആയിക്കണ തൊട്ടോക്ക്. എന്നിട്ടോ മിഞ്ഞാന്നാണ് 3:30 ഗൂഗിൾ ചെയ്താണ്ട് ആണോ? ആ ലാസ്റ്റ് 2-ന് 1,800 പോകുന്നു. അഫി എങ്ങനെയുണ്ട്? ഇഷ്ടായോ? സീൻ സാധനം ഇഷ്ടായോ? സൈബർ ട്രക്കന്നെ. ഓ താങ്കൾ തന്നെ സെലക്ട് ചെയ്തോ? താങ്കളുടെ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞോട് പെട്ടെന്ന് സെലക്ട് ചെയ്താ പക്ഷെ ഇഷ്ടപ്പെട്ട് തൊള്ളകുട്ടി മാർക്ക് എങ്ങനെയുണ്ട് താങ്കളുടേത്? കിഡിലെ സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഓരോരുത്തർക്കും കൊടുത്ത രീതി എനിക്ക് ഇഷ്ടമായി. ആസി എക്സ്പെക്ട് ചെയ്തില്ല, സൈക്കോ എക്സ്പെക്ട് ചെയ്തില്ല, അനു എക്സ്പെക്ട് ചെയ്തില്ല. ആർക്കും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അനുവിന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അഡിഡാസിന്റെ പെട്ടി കണ്ടാലെങ്കിലും ഇവന് മനസ്സിലാവുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതെ, കാൻഡിഡ്. ഇവിടെ ആവശ്യമില്ലാത്ത ഓരോ ഡയലോഗ് പറയാൻ 100 ആളുണ്ടാവും. ആവശ്യമില്ലാത്ത ഡയലോഗുകള് വിശദീകരിച്ച് പറഞ്ഞു. അപ്പൊ അതാണ് ഞങ്ങൾ എല്ലാവരും സൈഡിലേക്ക് അൺഎക്സ്പെക്ടഡ്. അപ്പൊ ഗിഫ്റ്റ് ഇട്ടൊക്കെ ഇങ്ങോട്ട് വരി. മൈക്കും കേൾക്കേണ്ട തരാണ്. വ്ളോഗ് എൻഡ് ചെയ്യാം. സഹൃദരായ നാട്ടുകാരെ, ഇന്നത്തെ ഗിഫ്റ്റ് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പൊട്ടിക്കല്ല് ഗ്രാമപഞ്ചായത്ത് അംഗം അജ്വദ് അവർകൾ, അതെ, ചെമ്മാട് മുനിസിപ്പാലിറ്റി അംഗം ജസീം അവർകൾ, ഓൾ കേരള സ്കൂൾ പോകാത്ത അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാം ഒന്ന് തന്നെ കേട്ടോ. സ്റ്റീൽ അവർകൾ അത് കാണിച്ചു വാഴക്കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന വാഴക്കാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിത്തോഴൻ നബീൽ അവർകൾ, മൈലാടി അസറു ജോർജിയ മൈലാടിയിൽ നിന്നും ജോർജിയയുടെ നെറുകയിലെത്തി ഇന്ന് ലോകത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ലോകത്തിൽ 23 രാജ്യങ്ങൾ ഓൾറെഡി സഞ്ചരിച്ചു കഴിഞ്ഞ ശ്രീ അസറു ജോർജ് കുളങ്ങര അവർകൾ, ലവ് നോട്ട്സിന്റെ വിശ്വസ്തനായ തേരാളിയും സാരഥിയും നമ്മുടെ പ്രൊട്ടക്ടർ, ലവ് നോട്ട്സിന്റെ കമ്പനി പിടിച്ചു നിർത്തി കൊണ്ടുപോകുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹർഷി അവർകൾ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ അസറു തന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഈ ഷൂ ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ഷൂ ഒരു 4-5 സെക്കൻഡ് ടഫ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ 14,000, 15,000, 16,000, 17,000, 21,000 ഇങ്ങനെയൊക്കെ വില കണ്ടിട്ട് പറയാ ഇങ്ങനെ വില കണ്ടപ്പോൾ ഞാനെന്ത് വിചാരിച്ച്, 20,000 റുപ്യൻ്റെ ഷൂ ഒന്നും ഇടണ്ട, അതിനൊരു 5 ഷൂ വാങ്ങാലോ എന്നുള്ള മൂഡിൽ ഞാൻ 4 റുപ്യൻ്റെ 5 ഷൂ ആണെങ്കിൽ വാങ്ങാലോ ഇതിലുള്ള മൂഡിൽ ഞാൻ നിന്നത്. അപ്പം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ഷൂ എനിക്ക് കൊണ്ടു തന്ന അസറുവിന് നന്ദി. താങ്ക് യു അസറു, ഈ ഉപകാരം ഞാൻ മറക്കില്ല. നീ അർഷിക്ക് എന്താ പറയാനുള്ളത്? അതെ, എനിക്കും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഞാൻ ഇവരോട് പറഞ്ഞേ എന്താണ് ഇന്നപ്പോ ഞാൻ പോരാഞ്ഞത് ഒരു കണക്കിന് നന്നായി. ഞാൻ അന്തമുട്ട സാധനം ഇത് എടുത്തു പറഞ്ഞാൽ പാക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനല്ലോ നമുക്ക് ഒരു സ്ഥലത്ത് പാളും 11 സൈസ് എടുക്കുമ്പോ പാളും. ഞാൻ ആർക്കാ കാരണം ഇത് കഴിഞ്ഞാൽ ഓഫീസ്ക്കേ ഉള്ളൂ. 2 സൈസിൽ ഒന്നും ഓഫീസ്ക്ക് ഒന്നും ഞാൻ 10 സൈസിൽ വേറെ ആരും. അതാണ് അഞ്ചിന്റെ ഒരേ സൈസാണ്. നബീല ഗിഫ്റ്റ് സ്വീകരിച്ച ആ ഒരു സന്ദർഭം കണ്ടാൽ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി ആ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. മൊത്ത ഒരു സന്തോഷം വേറെ കോമഡി അല്ല. നബീല് ഒരു ടീഷർട്ട് ഓനക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇത് അവിടുന്ന് വാങ്ങിയതാ. ഇത് എടുക്കാൻ തന്നെ 1/2 മണിക്കൂർ എടുത്തിക്കണി. പക്ഷെ എന്റെ 5 ഷൂ എടുക്കാൻ 5 എടുത്തിട്ടുള്ളൂ. ഇത് മതി അസറോ, സെറ്റാണ്. നേരെ മുന്നിൽ കണ്ട് അത് ഓനക്ക് തന്നെ കിട്ടി ചെയ്തു. വലിയ വിലയും വലിയ കളക്ഷൻ ഒന്നും ഇല്ല. എന്റെ റിവ്യൂ പറയും. എന്റെ റിവ്യൂ അടിപൊളി റിവ്യൂ ആണ്. ഞാനിപ്പോ അതിൽ കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ഇത്രയും കാര്യം കണ്ടൊക്കെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ ഗൈസ്, നമ്മളുടെ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ ഞാൻ ഇതായിരിക്കും എന്റെ ലാസ്റ്റത്തെ, ഇതായിരിക്കും നാട്ടിലത്തെ എന്റെ ലാസ്റ്റത്തെ വ്ളോഗ്. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ കുറെ കല്യാണങ്ങളൊക്കെ വരാനുണ്ട്. ഇന്ന് ചെയ്യണ്ട, ഇവിടെ വീഡിയോയിൽ ഇല്ലാത്തവരുടേതാണ് ഒക്കെ വരാനുള്ളത്.
കല്യാണം വരാനുള്ളവരൊന്നും നമ്മളെ ഫ്രൈമിലില്ലാത്ത ഒരു പക്ഷം കൂട്ടുകാരൻ അങ്ങനെ യൂട്യൂബിൽ കല്യാണം ഒന്ന് പ്രഷർ കേട്ടവരും. അപ്പൊ ഫ്രൈമിലില്ലാത്തവരുടെ കല്യാണങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ. ഫ്രെയിമിലുള്ളവരതും നടക്കട്ടെ എന്ന് ഞാൻ നടക്കട്ടെ എന്ന് ഞങ്ങൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവരോടും നന്ദി. അപ്പോൾ ഇനിയും നമ്മളുടെ നല്ല വ്ളോഗുകൾ വരാൻ കിടക്കുന്നുണ്ട്. ജോർജിയയിൽ പോയിട്ട് എന്ത് വ്ളോഗാണ് ഞാൻ ഇടുകയെന്ന് എനിക്ക് പോലും അറിയില്ല. പോയാൽ ഇവരെ മിസ് ചെയ്യുന്ന ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഇവരെ മിസ്സിംഗ് വ്ളോഗുകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ അവിടെ 2 ആഴ്ചത്തോളം ഞാൻ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. സങ്കടം ഒരു സങ്കടം പറയാം. ആടാ അതിന്റെ പേരില അതല്ല ഷൂസിന്റെ പേരില വാങ്ങണത്. പിന്നെ ഞാനും പോകേണ്ടി വരും എക്സ്ചേഞ്ച് അടിക്കാൻ. അപ്പൊ നമ്മളുടെ ഈ ഒരു എളിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് എടുത്തെടുത്ത് നമ്മൾ ഇത്രത്തോളം ക്ഷീണിച്ചൊരു ഞാനൊക്കെ പിറകി പാഞ്ഞ വ്ളോഗാണ്. അപ്പം ഈ ഒരു എളിയ വ്ളോഗ് കണ്ട് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നന്ദി. വീണ്ടും മറ്റൊരു അടിപൊളി വ്ളോഗിൽ വെച്ചിട്ട് കാണാം. അപ്പൊ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഫോൺ നമ്പർ ഞാൻ കൊടുക്കണം.